ധനേഷ് ഡോക്ടർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1200 ആണ്ട് ചിങ്ങം 1. എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ആദ്യം തൊട്ട് തുടങ്ങിക്കുക. കാരണം ഞാൻ ഒന്ന് സൗണ്ട് കയറി വന്നോണ്ടേ ഡിസ്റ്റർബൻസ് വന്നോണ്ടൊന്ന് അൺമ്യൂട്ട് എല്ലാം മ്യൂട്ട് ചെയ്താലും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1200 ആണ്ട് ചിങ്ങം 1. എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതുവത്സരാശംസകൾ. ഇന്ന് IFBHന്റെ 1447 പ്രതിദിന സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു ചർച്ചയാണുള്ളത്. ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള ഹോമിയോപ്പതി മരുന്നുകൾ എന്ന വിഷയത്തിലെ 2ാം ഭാഗം ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. അതിഥികൾ നമ്മൾ ഹോമിയോ സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരും തന്നെയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഓരോരുത്തരും ഹാൻഡ് റൈസ് ചെയ്ത് അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പങ്കിട്ട് തരണമെന്നും അപേക്ഷിക്കുകയാണ്. ധനേഷ് ഡോക്ടർ ആമുഖമായിട്ട് കഴിഞ്ഞ ദിവസം 1ാം ഭാഗം നമ്മൾ കഴിഞ്ഞു. ധനേഷ് ഡോക്ടർ ആമുഖമായിട്ട് സംസാരിക്കാം. തീർച്ചയായും നമ്മള് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും അതുപോലെ ഹോമിയോപ്പതിയിൽ എന്തൊക്കെയാണ് അതിനുള്ള സാധ്യതകളെന്നെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് ഇനി പോകുന്നില്ല. പ്രാക്ടിക്കൽ പാർട്ടായിട്ട് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങളാണ്. കാരണം നമ്മൾ ക്ലിനിക്ക് തുടങ്ങിയ ഒരു ആദ്യ കാലഘട്ടത്തിൽ പേഷ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്നായിരിക്കും ഒരു എപ്പിലെപ്സി കേസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പകച്ചു പോകാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. രോഗിയെ ബെഡിൽ കിടത്തുക. പക്ഷെ കിടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ സമയത്ത് ചിലപ്പോൾ ശ്വാസം കിട്ടാൻ ഇങ്ങനെ പത പോലെ വായിൽ നിന്ന് വരും. അപ്പോൾ ഈ സമയത്ത് ഈ പത പോലെ വരുന്നത് നമ്മളൊരു ബിറ്റ് ഓഫ് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ തുണി പോലും ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് നമ്മുടെ കൈ കാണത്തില്ല. നമ്മൾ കൈ കൊണ്ട് പോലും എടുത്തിട്ടുണ്ട്. ആ സമയത്ത് കൈയുടെ വിരലുകൾക്ക് കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് റിമൂവ് ചെയ്യാതെ നമ്മൾ എന്ത് മെഡിസിൻ അങ്ങോട്ട് കൊടുത്താലും പറ്റാതെ വരും. അപ്പം അങ്ങനെ നുരയും പതയും വരുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം അത് വടിച്ച് കളയുക, അല്ലെങ്കിൽ അത് കയറി റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് എയ്ഡിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വ്രണം ഉണങ്ങി മുറിവ് ചികിത്സിക്കുന്നത് പോലെ തന്നെ അതിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയ്ഡാണ് ഇങ്ങനെയുള്ള സമയത്ത് ഇത് മാനേജ്മെന്റ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ സമയത്ത് മെഡിസിൻ കൊടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ പണ്ട് കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും അക്കണൈറ്റോ ബെൽഡോണയൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. കാരണം പെട്ടെന്ന് വരുന്ന അതിന്റെ മറ്റു ഭാഗങ്ങളൊന്നും നോക്കാറില്ലായിരുന്നു. പക്ഷെ കുറച്ച് സമയം ചെയ്യുകയും ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ റെസ്പിറേറ്ററി ഡിസ്ട്രസ് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ആ സമയത്ത് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ വരെ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ചില സാഹചര്യങ്ങളിൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഈ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ നമ്മളോട് ഭയങ്കര കാര്യമാകും. കാരണം അയ്യോ, ഈ ഡോക്ടർ എൻ്റെ കുട്ടിയെ രക്ഷിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേഷ്യൻസിന് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് രോഗി അത്ര കോൺഷ്യസ് ആവണമെന്നില്ല. പക്ഷെ ബൈസ്റ്റാൻഡേഴ്സ് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ അയ്യോ, ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ കൊച്ചിന്റെ പരുവ് ഇങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ വേറെ പേഷ്യൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനിടയിലായിരിക്കും ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഒക്കെ കൊടുക്കുന്ന. ആ സമയത്ത് നമ്മുടെ ക്ലിനിക്കുകളിൽ വേറെ ഓക്സിജൻ കൊടുക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് പോപ്പുലാരിറ്റി കൂട്ടാനും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ അറിയാനും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു ധാരണ ഉണ്ടാക്കാനും നല്ലതാണ്. അപ്പൊ ഇത്
എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ചില മുറകൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഫിറ്റ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തുണി നനച്ചിട്ടൊക്കെയാണ് മിക്കവാറും പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് വെള്ളത്തിൽ വരെ ഒഴിച്ച സംഭവമുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ തൊട്ട് സംഭവം വഷളാകും. അപ്പോൾ അതേസമയം നമ്മൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഏത് മെഡിസിനാണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് എത്രയും വേഗം കൊടുക്കുകയും ഈ ഫിറ്റ്സിനിടയിൽ തന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കുട്ടിക്ക് അൺകോൺഷ്യസ് ആവുന്ന പോലുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സും ഒക്കെ കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മൗത്ത് ടു മൗത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ വരുന്ന പേഷ്യന്റ് ഈ ഫെറ്റ്സ് ഇത്രയേ ഉള്ളു, നമുക്ക് ഈ ഡോക്ടർക്കും ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ, ഇദ്ദേഹം ഒരു മിനി മെഡിക്കൽ കോളേജ് ആണെന്നൊരു ധാരണ അവരുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മൾ അവിടെ സക്സസ്ഫുൾ ആകാണ്. അപ്പൊ ഇതൊക്കെ കുറെ ടിപ്പുകളാണ്. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം ഇതിന്റെ ഒന്നും ആവശ്യം തന്നെ വരുന്നില്ല. കാരണം തൊട്ടിന് മുക്കിന് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഈ ഫെസിലിറ്റീസും ഒക്കെ എല്ലായിടും അവിടെയൊക്കെ ഡയറക്റ്റ് അവർക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് പോലും ഒരു 1/2 കിലോമീറ്റർ പോലും അകലെയല്ല, തൊട്ട് അടുത്ത് തന്നെയാണ്. പക്ഷെ അന്ന് ആ കാലത്ത് പോലും ഞാനിതൊക്കെ ചെയ്യും. പക്ഷെ അവിടെ അവർക്ക് വേറെ തിരക്കുകളാവാം. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് ഇഞ്ചക്ഷനാണ്. എന്ത് ചെയ്താലും ഇതുപോലുള്ള പരിപാടിയൊന്നും അവർക്ക് കാണിക്കേണ്ട കാര്യമില്ല. അവരപ്പം തന്നെ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നമുക്കതല്ലല്ലോ. അപ്പം നമ്മളെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ മറ്റുള്ളവരുടെ മനസ്സിൽ കിട്ടുന്നതിന് വേണ്ടിയും രോഗിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടിയില്ലെങ്കിലും താൽക്കാലികമായിട്ട് ഒരു റിലീഫ് കിട്ടുന്നതിന് നമ്മുടെ ഈ ചെറിയ പൊടിക്കൈകൾ വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം വെള്ളത്തിലൊക്കെ വീണ് വരുന്ന കുട്ടികളെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇവിടെ ധാരാളം കുളങ്ങൾ ഉള്ള പെട്ടെന്ന് ഡോക്ടറെ കൊച്ചു വെള്ളത്തിൽ പോയതാണ്, ആകെപ്പാടെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കുട്ടിയെ എന്ത് ചെയ്യണം? അതൊരു ഫസ്റ്റ് എയ്ഡ്. ആ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ആ സമയത്ത് ചെയ്തിരിക്കണം. പരിശോധന മാത്രമല്ല, മരുന്ന് കൊടുക്കൽ മാത്രമല്ല, ആ സമയത്ത് കുട്ടിയുടെ വയറ് നമ്മൾ നോക്കുകയും വയറ്റിൽ ഞെക്കി വെള്ളം വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അത് നമുക്കറിയാൻ പറ്റും റെസ്പോൺസ് എങ്ങനെ വരുന്നെന്ന്. അപ്പൊ അതെല്ലാം അതുപോലെ തന്നെ പെട്ടെന്നൊരു കുട്ടി തലകുത്തി വീണപ്പോൾ മിക്കവാറും പേരും പറയും ഡോക്ടറെ കൊച്ചു തലകുത്തി തട്ടിലേന്ന് വീണ് എടുത്തോണ്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ഛർദ്ദിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ബ്രെയിൻ ഇഞ്ചുറിയെ കുറിച്ച് നമ്മൾ ബ്രെയിൻ ഡാമേജ് പ്രതീക്ഷിക്കാം. അവിടെ മറ്റ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അഡ്വൈസ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പിൽ തന്നെ നമ്മളുടെ മെഡിസിൻസ് ആയ ആർണിക്കൈൻ അതുപോലെ തന്നെ നേട്രോസൾഫും ഒക്കെ ഹെഡ് ഇഞ്ചുറി എന്നുള്ള രീതിയിൽ അല്ലെ ബ്രെയിൻ ഡാമേജ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ അല്ലാത്ത കേസുകളിൽ നമ്മൾ അത്ര കണ്ട് പേടിക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ നിരന്തരം ഒരു കുട്ടി തലയിടിച്ച് വീഴുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നുള്ള വീഴ്ചകൾ അത്ര വലിയ വലിയ വീഴ്ചകളാവണമെന്നില്ല. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ബ്രെയിനിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളും കാര്യമാക്കാറില്ല, അവരും കാര്യമാക്കാറില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഒരു ക്രോണിക് ഇഞ്ചുറി ആയിട്ട് ഉള്ളിൽ കിടന്നിട്ട് ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് അനുഭവത്തിൽ ഉണ്ട്. അപ്പം ഒറ്റ പ്രാവശ്യം വീഴുന്ന വീഴ്ച മാത്രമല്ല, പലപ്പോഴായിട്ട് ഒരേ സ്ഥലത്ത് നമ്മൾ ഈ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞ പോലെ ഗ്ലാസ് വീഴുമ്പോൾ ഒരു പാട് വീണ്, പിന്നെ വീഴുമ്പോൾ വേറൊരു പാട് വീണ്, പിന്നെ ഒരു വീഴുമ്പോഴായിരിക്കും അത് ബ്രേക്ക് ആവുന്നത്. പക്ഷെ ഈ 3ാമത്തെ പ്രാവശ്യം വീഴുന്നത് വളരെ പതുക്കെ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അത് തന്നെയാണ് തലയ്ക്ക് പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഹെഡ് ഇഞ്ചുറി മാരകമായിട്ട് പോകാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വൈകിയാണ് അവരും തിരിച്ചറിഞ്ഞത്, ഞാനും തിരിച്ചറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പുതുതായിട്ട് ചേർക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അന്നത്തെ ചർച്ചയുടെ തുടർച്ചയായിട്ട് ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ചോദിക്കുകയും ഹരിയൻ ഡോക്ടറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി ധനേഷ് ഡോക്ടറെ. ഡോക്ടറുടെ അനുഭവത്തിൽ നിന്ന് വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് ഹരിഹരൻ സാർ ഉണ്ടല്ലോ. വന്നിട്ടുണ്ട്. അമ്പാടി ഡോക്ടറുണ്ട്.
ഹരിയൻ സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ സംസാരിക്കാം ഡോക്ടറെ, സംസാരിക്കാം. കേൾക്കാം. ഇപ്പൊ ഞാൻ ഒരു വാചകം മാത്രം ആഡ് ചെയ്യാനത് ധനേഷ് ഡോക്ടർ പറഞ്ഞു നിർത്തി കൊടുക്കുന്നേ. അതായത് ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ ഹെഡ് വീഴ്ച, തലമുട്ടിയിട്ടൊക്കെ വന്ന് വീണ് നമ്മളെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കൂട്ടി മയങ്ങി കിടക്കുന്ന കേസാണെങ്കിൽ പോലും നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്യൂപ്പിൾ റിഫ്ലക്സ് നോക്കുക. കണ്ണിലേക്ക് ടോർച്ച് അടിച്ച് നോക്കി, ടോർച്ച് ഓഫ് ചെയ്ത് വീണ്ടും അടിച്ച് നോക്കുമ്പോൾ പ്യൂപ്പിൾ റിഫ്ലക്സ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞോളണം. നമ്മൾ അർണിക്കൊക്കെ കൊടുത്തു വിടാമെങ്കിലും പിന്നെ നമ്മൾ വെച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുകൊണ്ട് ഈ കണ്ണിലേക്ക് ടോർച്ച് അടിച്ച് നോക്കണ കാര്യം ആരും മറക്കരുത്. അത് അല്ലാത്താണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാവുന്നുള്ളൂ. അത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ പ്യൂപ്പിൾ റിഫ്ലക്ഷൻ ഒന്നുമില്ല. കൊച്ചു അബോധാവസ്ഥയിലായ ഇരിക്കുന്ന കുട്ടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ ഹോമിയോപ്പതിയിൽ വിശ്വാസമുള്ള ഒരു അലോപ്പതി ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ട് എന്ത് ചെയ്യാനാണോ, എനിക്കല്ലോ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റി. പിറ്റേന്ന് 16 മണിക്കൂർ ശേഷമാണ് കുട്ടിക്ക് ബോധം വന്നത്. പിന്നെ കുട്ടി ഓടിച്ചാടി കളിക്കുകയും ചെയ്തു. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അറിയിക്ക, വേറെ ഒന്നുമില്ല. ഏത് പൊട്ടൻസി? അന്ന് 200. എനിക്ക് അപ്പോഴാണ് അത് തോന്നിയുള്ളൂ. നാട്രം സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഞാൻ ഓർക്കണില്ല. പക്ഷെ അന്നേക്ക് 200 റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത്. പിറ്റേന്നാണ് ആ കുട്ടി വൈകുന്നേരം 3 മണിക്ക് വീഴും കുട്ടി. പിറ്റേന്ന് നേരം വെളുത്ത് അതിന് ശേഷമാണ് ആ കുട്ടി എഴുന്നേറ്റ് പിന്നെ ഓടി കിടന്നെല്ലാം. അതെ, ഒരു സർജൻ കൂടിയായ അദ്ദേഹത്തിന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്ത് ചെയ്യാനെന്നാണ് പറയണത്. തനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നു. അങ്ങനെയൊന്നും ഒരു അനുഭവം ആദ്യം പേർക്ക് വീട് കിട്ടൂല. അതുകൊണ്ട് അവിടെ ആ കുട്ടി രക്ഷപ്പെടാൻ. അത് മരുന്ന് എങ്ങനെയാ നമ്മൾ കൊടുത്തത്? അന്നേരം നമ്മള് നാവി ഇറ്റിച്ച് വീഴ്ത്തും. നമ്മള് ഇതായിട്ട് ആ കുട്ടി ആദ്യത്തെ 2-3 പ്രാവശ്യം കൊടുത്തത് ഇതായിട്ട് തന്നെ കേട്ടോ. നമ്മള് ഇതായിട്ട് ഡയറക്റ്റ് മെഡിസിൻ ഇട്ട് കൊടുക്കുന്നത് ഓരോ ഡ്രോപ്പായിട്ട്. അതാ ഒരു നല്ല അറിവാണ് ഡോക്ടർ നമുക്ക് പകർന്നു തന്നത്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യവുമാണ്. നമ്മൾ ഉടനെ അക്കോണൈറ്റും ആർമിക്കൊക്കെ എടുക്കാൻ പോകും, പക്ഷെ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല. വളരെ നല്ല അറിവാണ് ഡോക്ടർ നമുക്ക് തന്നത്. ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ മുന്നോട്ട് ഞാൻ പറഞ്ഞു തരണം. അപ്പൊ ഇനി ഹരിഹരൻ സാറ് ഹരിഹരൻ സാറ് സാറല്ലേ? അമ്പാടി മാഡം, ഇതൊക്കെ തന്നെയുള്ളൂ എനിക്കും പറയാനുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ പറയാൻ പോയത്, മറിയാമ്മ അവരെല്ലാരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ പറയാൻ പോയത് ഇത് എന്താണ്, കോസ്റ്റിക്കും 200-ഉം ഹമാമലിസ് ടിങ്ചറും കൊടുത്താല് മെൻസസ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ് കാസിയോസപ്പോറയും ക്രിയോസോട്ടും എന്നാണ് ഞാൻ പറയാൻ പോയത്. കോസ്റ്റിക്കും 200-ഉം ഹമാമലിസ് ടിങ്ചറും ബീഡി കൊടുത്താല് ഈ മെൻസസ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അത് നിർത്തി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മെൻസസ് വരികയും ചെയ്യും. ഞങ്ങൾക്കൊക്കെ ഈ മലയ്ക്ക് പോകാനുള്ള ഇവരൊക്കെ വരുമ്പോഴേ അവർക്ക് മെൻസസ് ഒന്ന് നീട്ടിക്കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അപ്പൊ ഞാനിത് കൊടുക്കാറുണ്ട്. 90% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കാസിയോസപ്പോറയും ക്രിയോസോട്ടും കൊടുക്കണ പോലെ ഇഫക്റ്റീവ് ആണെന്ന് പറയാനാണ് ഞാൻ മൂന്നാമത് ഈ കാര്യം എന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രാത്രി ഓരോ ഉറക്കം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇത് ഓർമ്മ വന്നത്. എനിക്ക് അപ്പൊ തന്നെ മറിയാമ്മയെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അല്ല, എന്നിട്ട് എല്ലാവർക്കും കിട്ടണ്ടേ മാഡം? ഇന്നലെ തന്നെ ഇതിനകത്തുണ്ട്. എല്ലാവർക്കും അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അറിവ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കാരണം ആരും തന്നെയും ഇത് അങ്ങനെ പറയാറില്ല സാധാരണ.
അപ്പൊ ഇത് പിന്നെ പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ പക്ഷെ ആ ഒന്നുമില്ലാന്ന് പറഞ്ഞ് വിടാറുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ അത് പിന്നെ നല്ലൊരു പിന്നെ പിന്നെ ഈ എമർജൻസി ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോഴ് അല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോഴ് എപ്പോഴും നമ്മുടെ കയ്യിൽ അത്യാവശ്യമുള്ള കുറച്ച് എമർജൻസി മെഡിസിൻസ് നമ്മൾ കയ്യിൽ വച്ചേക്കണം. ഇപ്പൊ ഞാനൊക്കെ ഈ ചാർധാം യാത്രയ്ക്ക് കൈലാസ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവും എപ്പോഴും ഒരു കിറ്റ്. അത് അവിടെ ചെന്ന് ഈ കൈലാസത്തിൽ ചെന്ന് അല്ല ചാർധാം യാത്രയ്ക്ക് പോയപ്പോൾ ഒരു സുനാമി വന്നപ്പോൾ ഞങ്ങൾ അതിൽ പെട്ടുപോയി. ആ സമയത്ത് എല്ലാവർക്കും ഈ ബി പി കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ മെഡിസിൻസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാവർക്കും. ഈ ജൽസീമിയോ മക്കണൈറ്റും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മളെല്ലാവരും കഴിയുന്നതും കുറച്ച് മെഡിസിൻസ് നമ്മൾ കയ്യിൽ വയ്ക്കാൻ മറക്കരുത്. അമൈല നൈട്രോസ് മണപ്പിക്കാം, പിന്നെ അർണിക്ക, പിന്നെ അങ്ങനെ നക്സോമിക്ക, പൾസാറ്റില, അങ്ങനെയുള്ള ചില മെഡിസിൻസ് നമ്മൾ വച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വളരെ ഒരു ഉപയോഗമുള്ള ഒരു മെഡിസിനാണ് നാട്രം ഫോസ്. നാട്രം ഫോസ് 6X നമ്മൾ കരുതി കഴിഞ്ഞാൽ ഒരുമാതിരിയുള്ള വയറിന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പം ഈ ഹോട്ടൽ ഫുഡ് കഴിച്ചാലോ ഒക്കെ, ഹോട്ടൽ ഫുഡ് കഴിച്ചാൽ നമുക്ക് വയറിളക്കം വരികയാണെങ്കിൽ ക്രോട്ടൺ ടിഗ് കഴിക്കാം. അതുപോലെ എന്തെങ്കിലും ഫുഡിന്റെ ഒക്കെ ചേഞ്ച് കൊണ്ട് എന്തെങ്കിലും വന്നാൽ നാട്രം ഫോസ് മാക്ഫോസിനെക്കാട്ടിലും എനിക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം കുറേശ്ശെ മെഡിസിനൊക്കെ അത്യാവശ്യമുള്ള മെഡിസിൻസ് ഒരു 10, 15, 20 മെഡിസിൻ മതി, 15 മെഡിസിൻ മതി, അത് കയ്യിൽ വെച്ചേക്കുക. പിന്നെ കുറച്ച് പഞ്ഞിയും വെച്ചേക്കുക. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സലീം പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ആയിട്ട് 16 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോധം വീണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ഓറലി നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആസ്പിറേഷൻ ന്യൂമോണിയ ഇത് വരും. ശ്വസിച്ചിട്ട് കുട്ടിക്ക് പെട്ടെന്ന് കാര്യം വല്ല ഇത് വന്നാൽ അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം, ഓൾഫാക്ട് ചെയ്യാം. നമുക്ക് അവരെ മണപ്പിക്കാം. ഈ പഞ്ഞിയിൽ ഇത്തിരി എടുത്തിട്ട് മണപ്പിച്ചു കൊടുക്കാം. മനസ്സിലായോ? ബാക്കി മെഡിസിനൊക്കെ ഇവരൊക്കെ ഈ ധനേഷും ഒക്കെ പറഞ്ഞ മെഡിസിൻ തന്നെയാണ് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. ഈ ഹോട്ടൽ ഡോക്ടറെ എന്തോ? ഈ നമ്മള് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ആ ചെവിവേദന വരൂലേ, അതിനെന്തെങ്കിലും എന്താ പറയാനുള്ളത്? ബെൽഡോണ ബെല്ല് നല്ല മെഡിസിനാ. ബെൽഡോണ എനിക്ക് എന്റെ കൊച്ചുമോന് എന്തോ 200 എന്റെ കൊച്ചുമോന് എപ്പോഴും ഉള്ള ഒരു അസുഖമായിരുന്നു. അവൻ ഫ്ലൈറ്റിന് വരും, അവൻ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്ത ഉടനെ കരച്ചിൽ തുടങ്ങും. പിന്നെ അവസാനം ബെൽഡോണ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ അവന് ട്രെയിനിന് പോകാൻ ഇഷ്ടമല്ല. ഇപ്പൊ ഫ്ലൈറ്റിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് കഴിയും. ഓക്കെ, ഗുഡ് നൈറ്റ്. മാഡം, ഈ ക്രോട്ടൺ ടിഗറിന് ഹോട്ടൽ ഫുഡിന്റെ ഡയേറിയ, ഹോട്ടൽ ഫുഡ് നമ്മള് ഇതൊക്കെ കഴിക്കില്ലേ, എന്താണ് നമ്മള് ഒരു ഫുഡ് കഴിച്ചാൽ നമുക്കതൊരു സുഖമല്ലാതെ വന്നാൽ ഉണ്ടാവുന്ന വയറിളക്കത്തിന് ക്രോട്ടൺ ടിഗ് വളരെ നല്ല മെഡിസിനാ. ഇതെനിക്ക് എന്തോ 30 ഇതെനിക്ക് കിട്ടിയത് എന്നെ പഠിപ്പിച്ച പ്രസന്ന ടീച്ചറിന്റെ മോനും എൻ്റെ മോളും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്, ബെൽഗാമില്. അപ്പൊ ടീച്ചർ ഒരു ദിവസം ബെൽഗാമിൽ പോയിട്ട് വന്നപ്പോഴേ ഞാനും ഒക്കെ ഞങ്ങളെല്ലാരും കൂടിയാണ് പോയത്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ടീച്ചറിന് ഈ ട്രെയിനിലെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങിയിരുന്നു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേഗം ക്രോട്ടൺ ടിഗ് 30 തരാൻ പറഞ്ഞു. ക്രോട്ടൺ ടിഗ് 30 തരാൻ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ എല്ലാവർക്കും ഇത് കൊടുക്കാറുണ്ട്. ആഴ്സാൽബ് കൊടുക്കുന്നതിനെക്കാട്ടിലും ഞാൻ ക്രോട്ടൺ ടിഗാണ് വയറിളക്കത്തിന് ഞാൻ കൊടുക്കാറ്. ഇപ്പൊ ഇത് ഫുഡ് കഴിച്ചിട്ട് വേറെ ഒരു ഫുഡ് കഴിച്ചിട്ട് ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുന്ന വയറിളക്കത്തിന് വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനാണ് ക്രോട്ടൺ ടിഗ്. മനോഹരൻ കേട്ടല്ലോ അല്ലേ ഞാൻ ഇന്നലെ പറയുന്നത്, മറന്നുപോയത്? കേട്ട് പിന്നെ ഒരു സംശയം തോന്നുന്നു മാഡം. പിന്നെ എന്നാന്നറിയോ, ഫ്ലൈറ്റിൽ കയറുമ്പം എന്റെ മോന് അതിന് 2-3 പ്രാവശ്യം ഉണ്ടായി, ചെവിക്കകത്തുനിന്ന് ചോര വരും, ബ്ലഡ് അതിന് ബെൽഡോണ നല്ലതാ, അതിനും നല്ലതാ ബെൽഡോണ. ബെൽഡോണ ബ്ലീഡിങ്ങിന് നല്ലതാണല്ലോ. അത് നല്ലതാ എയർ സിക്നെസ്സിന്. ഇങ്ങനെയുള്ളതിന് ഈ ചെവിയോട് റിലേറ്റഡ് ആയിട്ടുള്ളതിന്
ബെൽഡോണയാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. താങ്ക് യു എന്റെ കൊച്ചുമോന് ഇപ്പൊ അവൻ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോ മുതൽ കരച്ചിൽ തുടങ്ങും. ഇപ്പൊ അവന് ട്രെയിനിൽ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ കരയും. ഓക്കെ, ഞാൻ ഉണ്ടാവും. എല്ലാവരും പറയട്ടെ, ഓരോരുത്തരായിട്ട് പറയട്ടെ. ഇനി ലതാ മനോഹരൻ ഡോക്ടർ അഡ്രൈസ് ചെയ്തത് ഇത് ചോദിക്കാനായിരുന്നോ? അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എനിക്ക് ഉള്ള എക്സ്പീരിയൻസ്, നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഡ്രൗസി ആവുക, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലും പെട്ടെന്ന് ഒരു അസ്വസ്ഥത, വിഷമം തോന്നുന്നത് ഞാൻ എല്ലാ പേഷ്യന്റിനും എനിക്ക് വരുന്നവർക്കും യാത്രയിലാണെങ്കിലും ഒക്കെ കൊടുക്കുന്നത് കാർബോവെജ് ആണ്. കാർബോവെജ് 6 ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും വെച്ചേക്കും. അത് കൊടുത്തിട്ട് ഒത്തിരി ട്രെയിനെ യാത്ര ചെയ്യുമ്പോഴും പിന്നെ ഒരേ യാത്രയിലും എല്ലാം അത് വളരെ നമുക്ക് വരുന്ന പേഷ്യൻസിനും അവർക്ക് അങ്ങനത്തെ ശരീരം തളർന്നു പോകുന്നെന്ന് പറയുക. പിന്നെ ഒന്നിനും ഒരു കെൽപ്പില്ല, ക്ഷീണം. അന്നേരം കാർബോവെജ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആശ്വാസം വരുന്നത്. ശ്വാസം മുട്ടലാണെങ്കിൽ കാർബോവെജും അതിൻ്റെ കൂടെ പിന്നെ ആസ്പിഡോസ്പെർമയും കൂടെ കൊടുക്കും ഞാൻ. അപ്പൊ അത് വളരെ വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ എപ്പിലെപ്സിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഞാൻ ധനേഷ് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫ്രോത്ത് ആയിട്ട് വരുന്ന, നേരത്തെ ചികിത്സിച്ചിട്ടുള്ളത്, ഈ നിറച്ചിങ്ങനെ ഫ്രോത്ത് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ കൈ കൊണ്ട് അത് കളഞ്ഞിട്ട് ഈ ആന്റിൻഡാർട്ടാണ് ഞാൻ അന്നേരം കൊടുത്തിരുന്നത്. ഈ ഫ്രോത്ത് വരുമ്പോൾ ശ്വാസം ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണെന്നുള്ള ഇത് വെച്ച് ആന്റിൻഡാർട്ടാണ് 30 കൊടുത്തിട്ടുള്ളത്. അതിന് വളരെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും പറയാൻ വേണ്ടിയിട്ടാ. പിന്നെ ആയിരിക്കും നമ്മൾ ഇതിനെ നോക്കിയിട്ട് സിക്യൂട്ടയോ അങ്ങനെയുള്ള ബെല്ല് അങ്ങനെയുള്ള ഏതാണ് സിംറ്റം നോക്കിയിട്ട് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, അതിന് ഫലം കിട്ടിയിട്ടുണ്ട് നേരത്തെ. ഇതാണ് ഇപ്പം പറയാനുള്ളത് ഡോക്ടറെ. പിന്നെ ഓർക്കുകയാണെ പറയാം. നന്ദി ഡോക്ടറെ. ശരി. ഇനി ഹാൻഡ് റൈസ് ചെയ്യുക. സാർ ഹരിഹരൻ സാർ പോയെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ. ഇനി ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണേ. ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നത് നല്ലതായിരുന്നു. മറ്റുള്ളവർക്കൂടെ അത് പ്രയോജനമായേനെ. സലീംകുമാർ ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചെവിവേദനയ്ക്ക് ആയിട്ട് കുട്ടികൾ വന്ന കമാവില ആദ്യം കൊടുക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, കമാവില വെള്ളം കൊടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള അതിന് മെഡിസിൻ കൊടുക്കാറുള്ളൂ. ചമ്മമില്ല വണ്ണം വേണോ കൊടുക്കുന്നത്? വണ്ണം അത് 90% കേസിലും ഭരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല്ലുവേദനയ്ക്കാണേലോ? പല്ലുവേദന അത്രയും പറയാൻ ധൈര്യമില്ല. അത് ഡോക്ടറെ, അത് ഞാൻ ഡോക്ടറെ ഫെറംബോസും മാഗ്ഫോസും കൂടെ കൊടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആശ്വാസം കിട്ടാറുണ്ട്. പിന്നെ ഈ പല്ലുവേദന ചൂടുവെള്ളത്തില് വിസ്ഡം ടൂത്ത് വരുന്നതിന്റെ വേദനയ്ക്കാണെങ്കിൽ ചെയറാന്തസ് നല്ല മെഡിസിനാ. ഏത്? ചെയറാന്തസ്, CHEIRANTHUS, ചെയറാന്തസ് നല്ല മെഡിസിൻ. വിസ്ഡം ടൂത്ത് വരുന്നതിന്. വിസ്ഡം ടൂത്ത് വരില്ലല്ലോ ചില കുട്ടികൾക്ക്. വിസ്ഡം ടൂത്ത് അല്ല മാഡം, പൊട്ടൻസി ഏതാ കൊടുക്കുന്നത്? 200 BD. പിന്നെ ക്രിയോസോട്ടോ പ്ലാന്റാഗോയോ അല്ലാതുള്ള പല്ലുവേദനയ്ക്ക് നമുക്കൊന്ന് കൊടുക്കാവുന്നതാണ്. പക്ഷെ അത് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, പൊള്ളാതെ സൂക്ഷിക്കണം. വളരെ ഒരു ചെറിയ ഒരു ഫോഴ്സപ്സ് എടുത്തിട്ട് കുറച്ച് പഞ്ഞി വെച്ചിട്ട് ആ ഹോളിൽ തന്നെ വയ്ക്കാൻ ചെയ്യരുത്, നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് മാറിപ്പോകരുത്. മാറിപ്പോയാൽ ഗമ്മൊക്കെ ഒരു ബോയിൽഡ് ഇതായി പോകും, പൊള്ളി പോകും. പ്ലാന്റാഗോ ടിഞ്ചറിന്റെ കാര്യല്ലേ?
പ്ലാന്റായോഗവും ക്രിയോസോട്ടും. പിന്നെ രണ്ടാമത് ഞാൻ ഈ ചെവിവേദനയൊക്കെ വരുമ്പോ പിള്ളേരെ വരുമ്പോഴേ അവർക്ക് ഞാൻ കാമോമില ടെന്നമാ കൊടുക്കാറ്. ആഹാ കൊള്ളാം. ഒരു step കൂടെ പോട്ടെ. എനിക്ക് അപ്പം എനിക്ക് മിക്കവാറും ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കാര്യം ഇത്. കാരണം ഇവിടെ ഞാൻ ഈ കോളനിയിലാണല്ലോ താമസിക്കുന്നത്. അടുത്തടുത്തടുത്ത് വീടാ, എല്ലാവരും 10 സെന്റുകാരാ. അപ്പൊ കൊച്ചുങ്ങൾ മാക്കം കരഞ്ഞോണ്ടായിരിക്കുമല്ലോ വരുന്നത്. കൊച്ചുങ്ങൾ വരുമ്പോ കരയണത് ഇങ്ങനെ ഭയങ്കര അലറി പിടിച്ച കൊച്ചിനെ കൊണ്ട് കാറിലായാലും സ്കൂട്ടറിലായാലും നടന്നായാലും വരണത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവരുടെ കരച്ചിൽ മാറുമ്പോ എല്ലാവരും ശ്രദ്ധിക്കും. അത് കാമോമില ടെന്നമ. ടെന്നമ്മ ഒറ്റ നേരമായിട്ട് കൊടുക്കുവോ അതോ വാട്ടറിലോ? അത് ഞാൻ അപ്പൊ ഒരു ഡ്രോപ്പ് സ്റ്റോറോം മിൽക്കിൽ ഇട്ടിട്ട് നാട്ടിൽ തേച്ച് കൊടുക്കും. കൊച്ചു കരയായിരിക്കുമല്ലോ, കൊച്ചു നല്ല വായ പൊളിച്ച് കരയായിരിക്കും. നമുക്ക് സുഖമായിട്ട് തേക്കാം നാട്ടില്. അപ്പൊ നിൽക്കും. പ്രത്യേകിച്ചും അവയിലിങ്ങനെ ചെവിയിലിങ്ങനെ പിടിച്ച് കരയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് മാറും. ചമോമില കൊടുത്തു കഴിയുമ്പോ ഉറങ്ങുന്നുമുണ്ട് വേദന ആ കുറഞ്ഞിട്ട്. കുട്ടികൾ ഉറങ്ങുകയും ചെയ്യും. അപ്പൊ തന്നെ തോളിൽ ചാച്ച ഉറങ്ങും. ചിലവരൊക്കെ പാരസ്റ്റമോൾ വരെയൊക്കെ കൊടുത്തു നോക്കിയിട്ട് പറ്റാണ്ടായിരിക്കും നമ്മളത് വരുന്നത്. അതന്നെ. നമുക്കവിടെ അതല്ല അത് മാത്രല്ല, വരുന്ന വഴി മുഴുവൻ അലാറം അടിക്കണ പോലെ കൊച്ചു നാട്ടുകാരെ അറിയും. കരഞ്ഞു പിടിച്ചോണ്ടായിരിക്കുമല്ലോ നടന്നാണ് വരണെങ്കില്. ഈ കാമോമില കൊടുത്ത ഒരു 5 മിനിറ്റ് കൊണ്ട് കുട്ടികള് ഇതാവുകയും ചെയ്യും, അവര് ചാച്ച ഉറങ്ങുകയും ചെയ്യും. തല ചാച്ച ഉറങ്ങും. ഞാനിതിന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ, ഈ ചെവി വേദനയായിട്ട് ആര് വരുമ്പോഴും കുട്ടിയെ അനക്കിക്കൊണ്ടിരിക്കാൻ പറയണം കേട്ടോ. ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, അത് പലപ്പോഴും പല ഡോക്ടേഴ്സ് അറിയാത്ത. കുട്ടിയെ കഴിയാവുന്ന അനക്കാതെ പിടിക്കാൻ നോക്കുക സമയത്ത്. അപ്പൊ ചെവി വേദന തലയ്ക്ക് മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറയുന്നതാണ്. ചെറുതായിട്ട് കുട്ടിയെ ഷെയ്ക്ക് ചെയ്യുക അനക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ആശ്വാസം തോന്നുകയും ചെയ്യും. അപ്പൊ രാത്രിയാണെങ്കിലും കുട്ടി ചെവി വേദനയായിട്ടാണ് കരയണമെങ്കിൽ കുട്ടിയെ അവിടെ കിടത്തി ഉറക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, എടുത്തുകൊണ്ട് നടക്കുകയോ അനക്കുകയോ ചെയ്താലേ കുട്ടിക്ക് ആശ്വാസം ഉണ്ടാവുള്ളൂ. നിവർത്തി പിടിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. നിർത്തി പിടിക്കാന്നല്ലാതെ കുട്ടിയെ നടക്കണ വിടുകയാണെങ്കിൽ അങ്ങോട്ടും നടത്തിക്കുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അവരെ വെച്ചിട്ട് എന്തെങ്കിലും ഓടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആശ്വാസം ഉണ്ടാവും. ഇപ്പൊ ഡോക്ടറെ അടുത്തില്ല മരുന്നില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നതാ. പിന്നെ ചമമിലിക്ക് ഒരു പല്ലുവേദനയായിട്ട് വരുന്ന എക്സ്റ്റെൻഡ് ടു ഇയർ ആണ്. പല്ലുവേദന വന്നിട്ട് ചെവിയിലോട്ടും കൂടെ ആ വേദനയ്ക്ക് ഒരു ഇത് പറയും. പല്ലുവേദനയാണ് ഉള്ളത്, പക്ഷെ ചെവിയും വേദനയെന്ന് പറയും റെഫറൽ പെയിൻ. കുട്ടികൾ. അത് ചമമിലക്ക് പ്രത്യേകതയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയാം മാഡം. ഞാനേ ഈ എന്താണ് നമ്മുടെ പ്രകാശൻ സാറിന്റെ കീഴിലാണ് ഞാൻ ഹൗസ് സർജൻസി എടുത്തത്. അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചേക്കണത് ചാമോമില എന്നാ പഠിച്ചേക്കണത്. CHAMO അതൊക്കെ ചാമോമിലാന്ന്. പക്ഷെ സാറ് കാമോമില എന്ന് പറയും. അപ്പൊ ഞാനതിട്ട് ഇങ്ങനെ നോക്കിയപ്പോ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എടോ ക്യാരക്ടറിന്റെ സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ CHARACTER എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ക്യാരക്ടർ എന്നാണോ പറയുന്നത് അതോ ക്യാരക്ടർ എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കാമോമില എന്ന് പറയും. ഇതല്ലേ. പിന്നെ മലയാളത്തിലൊക്കെ അതിനെ എഴുതുന്നതും കാമോമില എന്നാ, ചാമോമില എന്നല്ല. പക്ഷെ നമ്മൾ പഠിച്ചേക്കണത് ചാമോമില എന്നാ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചേക്കണേ. അത് കഴിഞ്ഞ് ഹൗസ് സർജൻസി സമയത്താണ് ഞാൻ കാമോമില എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് സാറിന് പറഞ്ഞത് എന്നോട്, ക്യാരക്ടറിന്റെ CHA, അതുപോലെ ഇത് CHAMO, ഇത് കാമോമിലയാണെന്ന്. അതുപോലെ ഒരു അർട്ടിക്കേരിയ ആയിട്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് ആസ്റ്റാക്കസ് കൊടുക്കാം. പിന്നെ അതുപോലെ ആർട്ടിക്ക യൂറൻസ് കൊടുക്കാം. ആദ്യം പറഞ്ഞ മരുന്ന് ഏതാ മാഡം? അസ്റ്റാക്കസ്, ASTACUS.
അസ്റ്റാക്കസ് 30 പൊട്ടൻഷ്യൽ 30യും അർട്ടിക്ക ഇതില് യൂറൻസ് ടിഞ്ചറും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഫക്റ്റീവാ. ഇത് കൊടുക്കണോ? എന്തോ? രണ്ടും കൊടുക്കണോ? ഞാൻ രണ്ടും കൊടുക്കാറുണ്ട്. ഞാൻ രണ്ടും കൊടുക്കും. സലീമേ, നമുക്ക് അല്ല, കാശും കൂടെ വാങ്ങിക്കണ്ടേ? അങ്ങോട്ട് പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ ഞാൻ ചോദിക്കാം. ഏ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമെന്നാണോ ഒന്നിച്ച് കൊടുക്കുമെന്നാണോ പറഞ്ഞത് ചോദിച്ചാ? അല്ല, രണ്ടും കൊടുക്കും. എന്നിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കാൻ പറയും. ടീച്ചർ ഇത് എത്ര തുള്ളി 5 ഞാനത് ഡിപ്പെൻസ്. പ്രായമുള്ളവരാണെങ്കിൽ ഒരു 10 ഡ്രോപ്സ് കൊടുക്കും. അല്ലാത്തവരാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ 3 to 5 ഡ്രോപ്സ്. ആരോ ഒരു ഇത് മെസ്സേജ് ഇട്ടിരുന്നു. അസ്റ്റാക്കസും സ്ട്രോഫാന്തസും അർട്ടിക്കേറിയ യൂറൻസും. അത് മാഡത്തിന്റെ അല്ല, രമാദേവി AG. അപ്പൊ വേറെ രമാദേവി ആയിരിക്കും, ഞാനല്ല. അപ്പം സ്ട്രോഫാന്തസ് 200 ഉദ്ദേശിച്ചത് ഇതിന് തന്നെ ആയിരിക്കും അല്ലേ? അതെ. അൺമ്യൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ പെട്ടെന്ന് ഓർത്ത് മാഡത്തിന്റെ പേരാണല്ലോ ഒന്ന്. രമാദേവി BJPയുടെ മോളാണോ? ബാലഗോപാൽ സാറിന്റെ പ്രസാദിന്റെ. ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. രമാദേവി ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. വിശദീകരിച്ചെന്ന് പറഞ്ഞാലേ ഈ സ്ട്രോഫാന്തസും അർട്ടിക്കേരിയക്ക് ഉദ്ദേശിച്ചാണോ പറഞ്ഞേ? രമാദേവി ഡോക്ടറെ. അമ്പാടിയല്ല ചോദിക്കുന്നത്, രമാദേവി. വേറൊരു രമാദേവി. രമാദേവി AG. ഇപ്പൊ മെസ്സേജ് ഇട്ട രമാദേവി. സ്ട്രോഫാന്തസ് അങ്ങനെ നമ്മള് ഇതുവരെ കേട്ടിട്ടില്ല. ഞാനത് അർട്ടിക്കേരിയക്കാണെന്ന് മെസ്സേജ് വീണ്ടും വന്നിട്ടുണ്ട്. സ്ട്രോഫാന്തസ് 200ഉം അർട്ടിക്ക യൂറൻസും. പിന്നെ പറഞ്ഞിരിക്കുന്നത് അസ്റ്റാക്കസ് 30. രമാദേവി അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. മറിയാമ്മ പറഞ്ഞ പോലെ ഞാനും സ്ട്രോഫാന്തസിന്റെ ഓർമ്മയിൽ വന്നിട്ടില്ല. അതിന്റെ സിംറ്റം ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ നമുക്കത് ഒരു പിക്ചർ കിട്ടണ പോലെ കിട്ടുകയും ചെയ്യും, അല്ലേ മറിയാമ്മേ? അതെ, മറക്കുകയല്ല. പിന്നെ മറക്കൂല നമ്മള്. അതായത് ഇങ്ങനെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ നമ്മളെല്ലാവരും അത് ഓർത്തു വെക്കും. രമേ, പറയൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും പറയുന്നില്ല. അപ്പം നമുക്ക് വീഡിയോ ഓൺ ചെയ്യണ്ട, പറ്റില്ലെങ്കിൽ വീഡിയോ ചെയ്യാതെ പറയാം. അതെ, അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഹരിഹരൻ സാറിന് എന്ത് പറ്റി? എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് പറയാനാ? അയ്യോ, സാറ് ഒന്നും പറഞ്ഞു തീർന്നില്ലായിരുന്നു. സാറ് പ്രത്യേകം പറഞ്ഞതനുസരിച്ചാണ് രണ്ടാമത് ഒന്നും കൂടെ വെച്ചത്. അതുകൊണ്ട് ഉള്ളത് മുഴുവൻ ഞങ്ങക്ക് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞതാണോ വെച്ചത്? നമുക്ക് ഇനി കുറച്ചും കൂടെ കിട്ടാനുണ്ട് സാറിന്റെ ഇന്ന്. എന്നാലും ഇപ്പൊ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അലർജിയാണോ? അർട്ടിക്കേരിയ എന്ന് പറയുന്ന അലർജി അല്ലേ? അലർജി കൊണ്ടുണ്ടാകുന്ന ഇത്. ഇപ്പൊ ഓരോന്നിനും ഓരോന്നാണ്. ഇപ്പൊ സ്ട്രോങ് പെർഫ്യൂം ചില ആൾക്കാർക്ക് അലർജിയാണ്. എന്റെ ഡിസ്പെൻസറിയില് ചിലപ്പോ ഈ സ്ട്രോങ് പെർഫ്യൂം, എനിക്ക് അലർജിയാണ് ഈ സ്ട്രോങ് പെർഫ്യൂം. അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിൻ 1-2 ഡോസ് കഴിക്കുകയാണെങ്കിൽ ആ പ്രയാസം പെട്ടെന്ന് കുറയും. ഏത് പൊട്ടൻഷ്യൽ ആണ്? 200. ഈ അതേസമയം ഈ പട്ടിയൊക്കെ ഉള്ള വീട്ടിലെ പിള്ളേർക്ക് ചിലപ്പോ അലർജി വരും. പട്ടി, പൂച്ച,
ഇതൊക്കെ അതിന് ഏറ്റവും നല്ല മരുന്ന് ട്യൂബർക്കുലം കൊടുക്കണം. ട്യൂബർക്കുലം 200 തന്നെയല്ലേ? ഡിപ്പെൻസ്. അതായത് ആദ്യം ഞാനാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് സീറോ ബാർ-3 നേരത്തെയൊക്കെ 200 കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ പലതും ഞാൻ സീറോ ബാർ-3 അതേസമയം ഈ പഴങ്ങളുണ്ടല്ലോ, പഴങ്ങൾ കൊണ്ടിട്ടാ ഇതുണ്ടാകുന്നെങ്കിൽ അതിന് നല്ലത് ഫോസ്ഫറസ് ആണ് നല്ലത്. ഈ പിന്നെ വീട്ടിലെ അലർജി സാറേ, ഹരിഹരൻ ഡോക്ടറെ, വീട്ടില് നമ്മൾ ഈ പൊടി തൂക്കുമ്പോഴുള്ള പൊടി കൊണ്ട് അതിന് സ്കിന്നിന് പോത്തോസ് അലർജി. ആണ് നല്ലത്. പോത്തോസ് ഫിറ്റിഡ. ഹരി ഞാൻ അതിന് പോത്തോസ് ടിഞ്ചറും ബ്രോമിയം 200 കൊടുക്കും. ഡോക്ടർ എന്ന് പറഞ്ഞ ആരാ? ഡോക്ടർക്ക് ഇതെല്ലാം കൊടുക്കാൻ ഞങ്ങളെ അങ്ങനെയല്ല ഹരി, ഞാനല്ല പോത്തോസ് പറയുമ്പോ പോത്തോസിന്റെ കൂട്ടത്തിൽ ഞാൻ കൊടുക്കുന്നതാ ബ്രോമിയോ കൂടി. ബ്രോമിയോ അതിന്റെ അതാ പറഞ്ഞത്. നല്ലതാണ്. ഇതെല്ലാം ഭയങ്കര അനുഭവങ്ങളല്ലേ. ഡോക്ടറുടെ ഓരോ അനുഭവത്തിലെ ഞാൻ വളരെ വണ്ടർ ആയിട്ടുണ്ട്. എന്താ അറിയാമോ, ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ പീരീഡ്സ് മാറ്റണമെന്നും പറഞ്ഞിട്ടൊക്കെ വന്നു. ആ ഇടയ്ക്കെങ്ങാണ്ടാ ഞാൻ ഡോക്ടറുടെ ഒരു ക്ലാസ് കേട്ടത്. കോസ്റ്റിക്കോ ഹമാമലിസും കൂടെ കൊടുത്താൽ അത് ബ്ലോക്ക് ചെയ്യാമെന്ന്. ഞാനത് കൊടുത്തു നോക്കി കേട്ടോ ഡോക്ടറെ. അത് ഞാൻ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു ഡോക്ടറെ. എന്നോട് പറഞ്ഞു, ഹരി പറഞ്ഞു. പിന്നെ അത് പറയണ്ടേ? അപ്പൊ എനിക്കറിയാൻ മേലാത്ത ഒരു രഹസ്യമാണ് ഡോക്ടർ പറഞ്ഞത്. അത് എന്നിട്ട് എത്ര മാറി കിട്ടി? മാറി. അവളുടെ വീട്ടിലെ പൂജയും കാര്യം വീര്യം എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വിഡ്രോ ചെയ്തേക്കാൻ പറഞ്ഞു. പീരീഡ്സ് പോയി. പക്ഷെ ഈ ഹോമിയോപ്പതി മെഡിസിൻ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോപ്പതിയായിട്ട് വേർതിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ വെച്ചാല്, ഹോമിയോപ്പതിയില് നമുക്ക് ഒരു 100% ഷുവർ എന്നും പറഞ്ഞ് ചില മെഡിസിൻസ് കൊടുക്കാൻ പറ്റത്തില്ല. ചിലത് കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ ചിലത് കൊടുക്കാൻ പറ്റും. ഫ്രം എക്സ്പീരിയൻസ്, എന്റെ എക്സ്പീരിയൻസില് ചില കേസുകൾ നമുക്ക് സാരമില്ല എന്നും പറഞ്ഞ് തന്നെ കൊടുക്കാം. ഹോമിയോപ്പതി മെഡിസിനിൽ അലോപ്പതിക്കാർക്ക് പോലും അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചില ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാം. ചിലത് ഇപ്പൊ തന്നെ വോമിറ്റിംഗ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത് ഗ്യാരണ്ടി ചെയ്ത് നിർത്താൻ പറ്റും. വോമിറ്റിംഗ് ഒക്കെ അതാണ് ഹോമിയോപ്പതി. അതേസമയം ചില കേസുകൾ നമുക്ക് പറ്റത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് ഷുഗർ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ തന്നെ ഇത് നമ്മൾ പറഞ്ഞില്ല, ഈ മെൻസസ് ബ്ലോക്ക് ചെയ്യുന്നത് ഇപ്പൊ ഒരാൾക്ക് കൊടുത്തു, പ്രയോജനം കിട്ടി. ഇനിയിപ്പോ അടുത്ത ആളുടെ പ്രയോജനം കിട്ടണമെന്നില്ല. അതിനാണ് നമുക്ക് റിസർച്ച് ഇല്ല എന്ന് പറയുന്നത്. നമുക്ക് ഒരു 10-100 പേർക്ക് കൊടുത്തിട്ട് ഒരു 90 പേർക്കെങ്കിലും ഇതിന്റെ ഇഫക്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഇത് കഴിക്കുക, 100% നമുക്കിത് ബ്ലോക്ക് ചെയ്യാന്ന് പറയാം. അങ്ങനെ ഒരു റിസർച്ച് ഈ ഹോമിയോപ്പതിയിൽ നടക്കുന്നില്ല. ഇപ്പൊ എനിക്കിത് വന്നിട്ട്, ഈ കേസ് വന്നിട്ട് എത്ര 4-5 മാസമായി. പിന്നെ എനിക്ക് അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല ഈ അടുത്ത കാലത്ത്. പക്ഷെ നേരത്തെയൊക്കെ ഇഷ്ടം പോലെ വരുമായിരുന്നു. അന്ന് എനിക്ക് അറിയാൻ മേല. ഇത് ഞാൻ പറയാം, ഇത് നാച്ചുറൽ പ്രോസസ് ആണ്, അതുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഹോമിയോപ്പതിയിൽ മരുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറയും. അതേസമയം നിങ്ങൾക്ക് പീരിയഡ്സ് വന്നില്ലെങ്കിൽ ഞാൻ വരുത്തി തരാം. അവിടെ ഷുഗർ മെഡിസിൻ ഉണ്ട്. പീരിയഡ്സ് വന്നില്ലെങ്കിൽ നമുക്ക് വരുത്താനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. 100% നിങ്ങൾക്ക് 28 ദിവസത്തിനകം ഇല്ലെ 30 ദിവസത്തിനകം ഞാൻ പീരീഡ് ആക്കി തരാം എന്ന് പറയാം. കാര്യം അതിനുള്ള മെഡിസിൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന് പറയാനെന്ന് ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് പൾസാറ്റില 10 ഒരു ഡോസും എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പൾസാറ്റില 3x ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പീരീഡ്സ് ആവും. ഒരു 30 ദിവസത്തിനകം പീരീഡ് ആവും. സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പൊ PCOD കേസുകൾക്കൊന്നും അങ്ങനെ. PCOD കേസുകൾ സ്റ്റാൻഡേർഡ് കേസാണ്.
അത് ചികിത്സിക്കാൻ നമുക്കും രസമാണ്. നമുക്കൊരു നല്ല നല്ല ഉത്സാഹമാണ് PCOD ചികിത്സിക്കാൻ. അതിന്റെ ഞാനൊന്ന് പറയട്ടെ, PCOD പറഞ്ഞുകൊണ്ടാണ്. PCOD വരുമ്പോ PCOD ഉള്ളവർക്ക് മെൻസസ് ഒരു 3-4 മാസം 5-6 മാസം ഒക്കെ ഈ മെൻസസ് ഇല്ലാതിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മെൻസസ് വരുത്താൻ പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് നമ്മുടെ പത്മനാഭൻ ഡോക്ടർ, മറ്റുപോയ പത്മനാഭൻ സാറില്ലേ, ആ ഡോക്ടറുടെ ടിപ്പാണ്. അതായത് ലൈക്കോപോഡിയം 10 2 ഡോസ് കൊടുക്കുക. കൊടുത്തിട്ട് പിറ്റേ ദിവസം മുതൽ ഗോസിപിയം ടിഞ്ചറും കൊടുക്കുക. എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ മെൻസസ് വരും. സപ്പോസ് വന്നില്ലെങ്കിൽ അവർക്ക് ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതില് അവര് അങ്ങനെ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കാർസിനോസിൻ 10 ഇതുപോലെ 2 ഡോസ് കൊടുക്കുക. കൊടുത്തിട്ട് പൾസാറ്റിലെ ടിഞ്ചറും കൂടി കൊടുക്കുകയാണെങ്കിൽ മെൻസസ് വരും. എനിക്ക് 2 അനുഭവം ഉണ്ട്. ലൈക്കോപോഡിയം 10 2 ഡോസ്, എന്നിട്ട് പിന്നെ ഗോസിപിയം ടിഞ്ചർ പിറ്റേ ദിവസം മുതല്. ശരി. പിന്നെ ഹിസ്റ്ററി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ ആയില്ലെങ്കിൽ അവര് വന്ന് പറയുമ്പോ അവരോട് ഇങ്ങനെ ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ആർക്കെങ്കിലും അവരുടെ അച്ഛനോ അല്ലെങ്കിൽ പെറ്റേണൽ ഓർ മെറ്റേണൽ ഓർ അങ്ങനെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോന്ന് ചോദിച്ചിട്ട്, ക്യാൻസറും അതുപോലെ തന്നെ ഡയബറ്റീസും ഉണ്ടെങ്കിൽ കാർസിനോസിൻ 10 കൊടുക്കുക, പ്ലസ് പൾസാറ്റിലെ ടിഞ്ചറും കൊടുത്താൽ. ഈ കാർസിനോസിന്റെ കാര്യം പറയുമ്പോഴേ എനിക്കൊരു അനുഭവം ഉണ്ട്. അതായത് ഒരു പയ്യന്റെ ദേഹം മുഴുവൻ വാർട്ടായിരുന്നു. അത് സാധാരണയായിട്ട് വാർട്സ് എന്ന് പറയുമ്പോൾ ഹോമിയോ ഡോക്ടറൊക്കെ അതിലൊക്കെ ആണല്ലോ വരുന്നത്. അങ്ങനെ ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ വാർട്ടിൽ ഒറ്റ എണ്ണം കൊഴിഞ്ഞു പോയില്ല. അവസാനം ഞാൻ തന്നെ ഡിസ്കൈസ്ഡ്, എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാനിങ്ങനെ കേസ് ഇങ്ങനെ എടുത്തു, ഒന്നുകൂടെ റീടേക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവന്റെ അപ്പൂപ്പന് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ആ വഴി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കി. കാർസിനോസിൻ 10 ഒരു ഡോസ് കംപ്ലീറ്റ് കൊഴിഞ്ഞുപോയി. വെരി ഗുഡ്. കംപ്ലീറ്റ് കൊഴിഞ്ഞുപോയി. അപ്പോ നമ്മൾ നമ്മൾ ഏത് മെഡിസിൻ കൊടുക്കുമ്പോഴും നമ്മൾക്ക് ഫെയിലിയർ ആകുന്നതാണ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. അതേസമയം നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അധികം ചിന്തിക്കത്തില്ല. ഫെയിലിയർ വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെന്താ കാര്യം. ഈ ഒരു റീസൺ ഇല്ലാതെ അത് നമുക്ക് പരാജയം ഉണ്ടാകത്തില്ല. ആ റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചികിത്സ ഗംഭീരമാണ്. അത് പിന്നെ വേറെ ഒരു ഇതുപോലെ തന്നെ ഈ ആസ്മ കേസസും ഇതുപോലെ തന്നെയാണ്. ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് ആസ്മയുടെ ഞാനൊരു വലിപ്പമായിട്ട് പറയുമല്ല, വാസ്തവത്തിൽ ആസ്മക്കാരായ എൻ്റെ പ്രാക്ടീസ് നിലനിർത്തുന്നത് ബ്രോങ്കൈറ്റിസ് ആൻഡ് ആസ്മ ആണ്. അതെനിക്ക് ധാരാളം കേസുണ്ട്. പിന്നെ അലർജി കേസസ്, തുമ്മലുകാർ ഇഷ്ടം പോലെ വരും. ഞാൻ അപ്പൊ ഞാൻ പറയും നിങ്ങളുടെ തുമ്മല് ഞാൻ 100% മാറ്റിത്തരാം എന്ന് പറയും. അങ്ങനെ ചില കേസസ് നമുക്ക് പറയാൻ പറ്റും, മാറ്റിത്തരാം എന്ന് പറയും. അപ്പൊ അതിനുള്ള വഴി എന്ന് പറയുന്നത് അതിനുള്ള ടെക്നിക്സ് ഞാൻ പ്യൂർലി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് കേട്ടോ. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മരുന്നുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആഴ്സനിക് ആൽബ്, കാൽക്കേരിയ കാർബ്, പിന്നെ ലൈക്കോപോഡിയം, മർക്സോള്, തൂജ, ട്യൂബർകുലിനം, മെഡോറിനം, ഇങ്ങനത്തെ കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ എല്ലാം പോളിക്രസ്റ്റ് ആണ്. സിലീഷ്യ, പൾസാറ്റില, ഈ സൾഫർ ഉണ്ടെങ്കിലും അവനെ അത് തൊട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വളരെ ആലോചിച്ചേ അത് ചെയ്യത്തുള്ളൂ. പിന്നെ സൊറൈനം ബെസ്റ്റ് മെഡിസിൻ ആണ്. അത് ഈ ബോറിക്കിൽ തന്നെ പറയുന്നുണ്ട്, ഹേ ഫീവറിന് സോറിനം പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം അതായത് ഇന്നത്തെ ഹോമിയോപ്പതിയില് നമ്മളൊരു കാര്യം, ഇപ്പൊ ഉദാഹരണമായിട്ട് മറിയാമ്മ ഡോക്ടർ
മറിയാമ്മ ഡോക്ടർ എൻ്റെ മുന്നേ മറിയാമ്മ ഡോക്ടറാന്ന് എനിക്ക് അറിയത്തില്ല. മുന്നേ നടന്നു പോകുമ്പോഴത്തേക്ക് ഞാൻ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഇത് മറിയാമ്മ ഡോക്ടർ ആണല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം? ഐ നോ സർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് മറിയാമ്മ ഡോക്ടർ. ഒരു സർട്ടൻ ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് മറിയാമ്മ ഡോക്ടറാണ്. ഈ ഫീച്ചർ വേറെ ഒരു സ്ത്രീക്ക് കാണത്തില്ല എന്ന് പറഞ്ഞാണൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. നടപ്പ്, ചില ആൾക്കാരുടെ നടപ്പ് കാണുമ്പോൾ നമുക്കറിയാം, ഓ ഇവൻ അർജന്റീനൈട്രിക്കോ ആണ് എന്ന് മനസ്സിലാവും. എന്താ കാര്യം? ഇവൻ ദൂരെ നടന്ന് പോവുക, ബസ്സിൽ കയറാനോ ഇല്ലെങ്കിൽ അമ്പലത്തിലേക്കോ പോവുക. അവന്റെ ഭാര്യ വളരെ പുറകിലെ. അതാണ് അർജന്റീനൈട്രിക്കത്തിന്റെ പ്രത്യേകതയാണ്. കാര്യം അവനെല്ലാം സ്പീഡാണ്. ഉണ്ണാനായിട്ട്, ചോറ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവൻ ഉടൻ തന്നെ ചോറ് ഭാര്യ കിച്ചണിൽ നിന്ന് കൊണ്ടുവച്ചില്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടും. എന്തെടുക്കുക അവിടെ, നിങ്ങൾ എന്തെടുക്കുക, എത്ര നേരമായി ഞാനിവിടെ വന്നിരിക്കും എന്നൊക്കെ പറയും. അപ്പൊ അവരെന്തെടുക്കും? ചോറ് കൊണ്ടുവരും. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു കറിയും കൊണ്ടുവരും. അവൻ മറ്റ് 2-3 കറികൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവൻ ചോറ് കഴിച്ച് സ്ഥലം വിടും. അതാണ് അർജന്റീനൈട്രിക്കത്തിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് എടുത്ത ജോസഫ് സാറാണ്. ജോസഫ് സാറ് പറയും, ഇതാ മോനെ ചോറ്, ഇതാ മോനെ ചട്ടി എന്ന് പറയുന്നു. അർജന്റീനയ്ക്ക് അതാണ് അർജന്റീനൈട്രിക്കത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഓരോന്നിനും, ഓരോ മെഡിസിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസും. സാറേ ബസ്സിൽ കയറിയാൽ സീറ്റിന്റെ മറ്റേ ചവിട്ടിന്റെ അടുത്തുള്ള സീറ്റ് ആയിരിക്കും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? അതാണ് അർജന്റീനൈട്രിക്കത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ എപ്പോഴും ആങ്സൈറ്റി ആണല്ലോ. അവന്റെ മുഖത്ത് എപ്പോഴും ആങ്സൈറ്റിയാണ്. അത് പിന്നെ നമുക്ക് മുഖത്ത് നോക്കുമ്പോൾ അറിയാം. നമ്മുടെ ക്ലിനിക്കിൽ കയറുമ്പോൾ നമ്മളെ ഈ പേഷ്യൻസ് ഒത്തിരി ഇരിക്കുമ്പോഴേ ഈ അർജന്റീനൈട്രിക്കം പേഷ്യന്റ് പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? എപ്പോഴും നമ്മുടെ വാതൊക്കെ വന്നു നമ്മുടെ കൺസൾട്ടിങ് റൂമിന്റെ അവിടെ വന്ന് ഇങ്ങനെ എത്തി നോക്കും. ഈ രോഗി പോയോ എന്നും പറഞ്ഞ് അവൻ എന്തിനൊക്കെന്നറിയാമോ? അടുത്ത 2-3 രോഗികളിലൊക്കെ ചെന്ന് ചോദിക്കും, എനിക്ക് കുറച്ച് എമർജൻസി ഉണ്ട്, ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് അവരെ പിന്നിലാക്കി ഇവൻ ചാടി അകത്തെ. അതാണ് അർജന്റീനൈട്രിക്കത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഓരോ മെഡിസിനും ഓരോ രസകരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പെർഫോമൻസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത. അതിന്റെ ഒരു ക്ലാസ് എടുക്കണം. അതിന്റെ ഒരു ക്ലാസ് ഈ ഓരോ ഇതുപോലെ ക്ലാസ് എടുക്കുന്ന മെനക്കേടാ. ക്ലാസ് എടുക്കുന്നല്ലേ, ഇത് തന്നെ ക്ലാസ് അല്ലേ? ഞാനിപ്പോ എനിക്കുള്ളതെല്ലാം പറഞ്ഞു. അതായത് പിന്നെ ഇത് നമ്മൾ നോക്കിയപ്പോ ഒരു കൊച്ചൻ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ കൊച്ചൻ എന്താ മൂക്കൊലിച്ചിട്ട് ഇവൻ എന്തിനൊക്കെ അറിയാമോ? ഈ മൂക്കിട്ട തിന്നോണ്ടിരിക്കുക, നാക്ക് വെച്ച് തിന്നോണ്ടിരിക്കുക. അവന് കൊടുക്കേണ്ടതാണ് സൾഫർ. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, ഇത് സൾഫർ ആണല്ലോ എന്ന് വരണം. ഒരു പേഷ്യന്റ് കഴിഞ്ഞ ദിവസം എന്റെയൊക്കെ വന്നു. എന്റെ അടുത്ത് വന്നപ്പോഴേ എനിക്ക് ഇവനെങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി. എന്താണെന്നറിയാമോ? വല്ലാത്ത ഒരു വാട ഇവന്റെ ശരീരത്തിൽ നിന്ന് വരുക, വല്ലാത്തൊരു വാട. ഞാൻ അപ്പം കൊടുത്ത മെഡിസിൻ സോറിനുമാണ് കൊടുത്തത്. അവന്റെ വിയർപ്പിന്റെ മണം നമുക്ക് അസഹ്യമായിട്ട് തോന്നുക. ദാറ്റ് ഈസ് സോറിൻ. അപ്പൊ അതാണ് അത്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ആ സ്വെറ്റിന്റെ സ്മെല്ലാണ്. സാറേ, ബാപ്റ്റിഷെ മെക്സോളും എങ്ങനെയാ ഈ മണത്തിന്റെ കാര്യത്തില് അവർക്ക് നാറ്റം ഉണ്ടോ? ഇതുപോലത്തെ ഞാൻ വായിച്ചിട്ടില്ല ഡോക്ടറെ. ഞാൻ എപ്പോഴും എന്റെ പ്രാക്ടീസ് കൂടുതൽ പോളിക്രസ്റ്റ്. അത് ഡോക്ടറെ ബാപ്റ്റിഷയുടെ സ്മെല്ല് എങ്ങനെയാ വരുന്നത് അറിയാമോ?
പവർ അത് സ്മെല്ല്. അത് അതിന്റെ ഫീക്കൽ മാറ്ററിലാണ് ഈ സ്മെല്ല് വരുന്നത്. ബാപ്റ്റീഷ്യയുടെ ഫീക്കൽ മാറ്ററിൽ വല്ലാത്ത ഈ ഫീക്കൽ മാറ്ററിൽ തന്നെ സ്മെല്ലുള്ള വേറെ മെഡിസിൻ ഉണ്ട്. ഏതാണെന്നറിയാമോ? റിയം, കാൽക്കേരിയ കാർ ഒക്കെ. ഈ റിയത്തിന്റെ അടുക്കാൻ പറ്റില്ല. അതായത് കൊച്ചിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനിൽ കയറി കഴിഞ്ഞാൽ അവര് പോയാലും ആ കൊച്ചിന്റെ ആ സ്റ്റൂളിന്റെ മണം, ആ സ്മെല്ല് നമ്മുടെ ഇതിനകത്ത് നിൽക്കും. അതാണ് ഈ റിയത്തിന്റെ പുളിപ്പണമാണ്, ഒരു വല്ലാത്ത ഡേർട്ടി സോർസ്. അതാണ് റിയത്തിന്റെ പ്രത്യേകത. ആ അത് കൊടുത്താൽ മതി. കാൽക്കേരിയ കാർബിന് ഇതുപോലെ തന്നെയാണ്. കാൽക്കേരിയ കാർബിന്റെ സ്റ്റൂളിന് ഇതുപോലെ തന്നെ സ്മെല്ലുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ റിയത്തിന്റെ അത്ര ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് റിയം. ഇങ്ങനെ ഓരോ മെഡിസിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. സെപ്പിയെ കാണാൻ മേലെ, സെപ്പിയെ കാണാൻ എന്ത് രസമാണ്. വെരി ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി സെപ്പിയ. പക്ഷെ അടുക്കുമ്പോഴേ വിവരം അറിയത്തുള്ളൂ. ഒന്ന് തോണ്ടാൻ ചെല്ല്, ചൗക്കല്ലിട്ടൊരു അടി കിട്ടും. അതാണ് സെപ്പിയ. അന്ന് തോണ്ടുന്ന സ്വഭാവം ഉണ്ടല്ലോ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ. ഞാനൊരു അനുഭവം പറയാം. ഞാൻ ഒത്തിരി നാളായി ബസ്സിൽ യാത്ര ചെയ്തിട്ട്. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഞാൻ എപ്പോഴും എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനോട് വലിയ ഇഷ്ടമാണല്ലോ. അപ്പൊ ഓരോ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഞാനൊരു ബസ്സില് കയറി ഹോമിയോ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ അയ്യോ എന്നും പറഞ്ഞൊരു കരച്ചില്. എനിക്ക് അത് കഴിഞ്ഞ ഇതിന്റെ കുട്ടൻസ് മനസ്സിലാകുന്നു. അയ്യോ എന്നും പറഞ്ഞൊരു കരച്ചിൽ. എന്താണെന്നറിയാമോ? പുറകിരുന്ന പെണ്ണ് ഇവൻ തോണ്ടുകയോ പിടിക്കുകയോ കണ്ട് ചെയ്തു. അവനൊരു പിന്നൂരി അവന്റെ കൈക്കിട്ടൊരു കുത്തുകുത്തി. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ ആലോചിക്കുന്നു ഞാൻ, ദാറ്റ് ഈസ് സെപ്പിയ. അവക്കൊരു മടിയില്ല അതിന്. നമ്മുടെ ഈ പോലീസില് ചേർന്ന് മിടുക്കത്തരം കാണിക്കുന്ന സ്ത്രീകളെയൊക്കെ നോക്കിക്കോണം നിങ്ങൾ. അവരൊക്കെ സെപ്പിയാണ്. എന്താ കാര്യം? അതിന് കാരണമുണ്ട്. സെപ്പിയ എന്ന് പറഞ്ഞാല് അതിലെ ഹോർമോൺസിന്റെ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുതലായിട്ട് അവരിലേക്ക് വരും. അവിടെ ആ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രൊജസ്ട്രോൺ ഹോർമോണിന് ഒരു ഇത് വരും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ സെപ്പിയ പേഷ്യൻസിന് ആൻഡ്രോജൻ കൂടുതലായിരിക്കും. ആൻഡ്രോജൻ കൂടുതലാകുമ്പോൾ എന്ത് പറ്റും? അത് വരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് അക്കിനി ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ വേറെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആ പേഷ്യൻസിന് ഈ PCOD ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പേഷ്യന്റ് നമ്മുടെ വരുവാണെങ്കിൽ അവർക്ക് ഹിറിറ്റിസം കാണും. താടി ഒക്കെ രോമം കാണും. മുലഞ്ഞിട്ട രോമം കാണും. പീരിയഡ്സിന് പെയിൻ കാണും. ഇങ്ങനെയൊക്കെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിന് നമുക്ക് സെപ്പിയ കൊടുത്താൽ മതി. വളരെ, അതായത് ഒരു ആണുങ്ങളുടെ അതിനെ ജ്യോത്സ്യന്മാര് പറയും ഇത് ആണ് ജനിക്കേണ്ട സ്ഥാനത്താണ് ഈ പെണ്ണ് ജനിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ പറയും പെണ്ണുങ്ങളിലെ ആണാന്ന് പറയും സെപ്പിയ. ആണാന്ന് പറയും. അതേസമയം ആണുങ്ങളിലെ പെണ്ണാരാ പറയാമോ? ആണുങ്ങളിലെ പെണ്ണെന്ന് പറയുന്നതാണ് പൾസാറ്റില. അപ്പൊ കല്യാണം കഴിക്കുവാണെങ്കിൽ സെപ്പിയയെ ആണുങ്ങളിലെ പെണ്ണായ പൾസാറ്റില കല്യാണം കഴിക്കുകയാണെങ്കിൽ ജീവിതം പരമസുഖമായിരിക്കും. കാര്യം എന്താ അറിയാമോ? ആ പെണ്ണ് നോക്കിക്കോളും എല്ലാ കാര്യം. ഇവൻ ചുമ്മാ വീട്ടിൽ ഇരുന്നാ മതി. അതേസമയം നക്സോമിക്ക ഒന്ന് കല്യാണം കഴിച്ചു നോക്ക് സെപ്പിയയെ. ഒരു 3-4 വർഷം ഒരുമിച്ച് ജീവിക്കത്തുള്ളൂ. അവന് ആദ്യമൊക്കെ ഇവളൊന്ന് പമ്പി കൊടുത്തെങ്കിലും രണ്ടും കൂടെ എന്നും വഴക്കായിരിക്കും. സ്വൈര്യം കാണത്തില്ല. കാര്യം നക്സോമിക്ക വിട്ടുകൊടുക്കത്തില്ല, സെപ്പിയയും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും?
ഈ മരുന്ന് രണ്ടുപേർക്കും കൊടുത്താൽ ശരിയാവോ? ഡോക്ടറെ അതാണ് അതിനകത്ത് പ്രത്യേകത. എന്താന്ന് വെച്ചാൽ ഞാൻ അതും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. പരീക്ഷിച്ചു നോക്കുമ്പം ഈ എയിൽമെന്റ്സ്, അതായത് ഈ സെപ്പിയയ്ക്ക് വരുന്ന എയിൽമെന്റ്സ് ക്യൂർ ചെയ്യും, പക്ഷെ ബേസിക് ക്യാരക്ടർ മാറ്റില്ല. ഇപ്പൊ സെപ്പിയയ്ക്ക് ഉണ്ടാകുന്ന PCOD-യോ PCOS-ഓ ഹെറിറ്റിസമോ ഇല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം, പക്ഷെ ബേസിക് ക്യാരക്ടർ മാറത്തില്ല. ബേസിക് ക്യാരക്ടർ ദാറ്റ് ഈസ് ജനറ്റിക്, അത് മാറില്ല. പക്ഷെ അവർക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പറ്റും. അത് മതിയല്ലോ, നമുക്ക് അതല്ലേ ആവശ്യമുള്ളൂ. മതി. അതാണ് അതിന്റെ കാര്യം. എന്തായാലും ഇതുപോലെ നമ്മുടെ എല്ലാ അതേസമയം ഇഗ്നേഷ്യ കണ്ടിട്ടില്ലേ? ഇഗ്നേഷ്യ നമുക്ക് കണ്ടാലറിയാം. ഇഗ്നേഷ്യയെ ഒരു മെലൻകോളിക് ലുക്കാണ് ഈ ഇഗ്നേഷ്യയുടെ ഫേസിൽ എപ്പോഴും. എന്തോ ഒരു ദുഃഖഭാരം. എന്നിട്ട് എവിടെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ ദീർഘനിശ്വാസം ഇഗ്നേഷ്യയുടെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും. എന്നിട്ട് മുഖത്തിന് എന്തോ ഒരു ദുഃഖം ആ കുട്ടിയുടെ മനസ്സിൽ, ആ സ്ത്രീയുടെ മനസ്സിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇഗ്നേഷ്യയുടെ ഫേസ് നോക്കുമ്പോഴും അറിയാം. അവര് വരുമ്പോഴും നമ്മൾ ദുഃഖപുത്രി എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഇഗ്നേഷ്യയാണ്. ദുഃഖപുത്രി എന്നൊക്കെ പറയും. ഈ ഡീപ്പ് സൈങ്ങിന് ലാക്കസിസ് നല്ല മെഡിസിൻ അല്ലേ ഡോക്ടറെ? ലാക്ടസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലാക്ടസിസ് ഞാൻ എല്ലാം പറയുന്ന ഇതിന്റെ പ്രിഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് പറയുന്നത്. ലാക്ടസിസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ സസ്പീഷ്യസ് ആൻഡ് ലൊക്കേഷ്യസ്, ഇതില്ലാതെ ലാക്ടസിസ് പ്രിസ്ക്രൈബ് ചെയ്തില്ല. അതുപോലെ ഹോട്ട് റെമഡിയാണ്. അതുപോലെ തന്നെ ഒരിക്കലും ടൈറ്റ് ക്ലോത്ത് ലാക്ടസിസിന് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സസ്പീഷ്യസ് ആൻഡ് ലൊക്കേഷ്യസ് ആണ് ലാക്ടസിസിന്റെ ഈ പ്രകടമായ സ്വഭാവം എന്ന് പറയുന്നത്. സസ്പീഷ്യസും ലൊക്കേഷ്യസും. അതുപോലെ ജലസി, ഇത്രയും ജലസിയുള്ള ഒരു മെഡിസിൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ജലസി വളരെ സംസാരവുമായിരിക്കും, ഭയങ്കര സംസാരവുമായിരിക്കും. അതിന്റെ വേറെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ ചുമ്മാ ഇപ്പം ഇത് അറിഞ്ഞപ്പം തമാശയായിട്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ തമാശയാണേലും വളരെ വളരെ നല്ല കാര്യങ്ങളാണ് സാറ് പറയുന്നത്. ഇനിയും നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ സമയം തീരുകയും ചെയ്തു. അതാണ് വലിയ സങ്കടം. നമ്മുടെ ഒരു പിന്നെ ഹരി, പോയി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പറ. ഹരി, ഈ സെപ്പിയ സുന്ദരിയാണോ ഹരി? സെപ്പിയ സുന്ദരിയല്ല. സെപ്പിയ ഒരുപാട് സോണി, ഒരുപാട് ഇങ്ങനെ കവള് ഒട്ടി, അതല്ലേ? അങ്ങനെ നമ്മൾ പറയണ്ട ഡോക്ടറെ. സെപ്പിയയുടെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാ ഉണ്ടല്ലോ, നോക്കി നിന്നു. മെയിൽ ഇതാണ് സെപ്പിയക്ക്, മെയിൽ ഇതല്ലേ, ഫീച്ചേഴ്സ് അല്ലേ? മെയിൽ ഫീച്ചേഴ്സ് നാരോ ചെസ്റ്റ്, നാരോ ബട്ടക്സ് ഒക്കെ അല്ലേ? പക്ഷെ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഒരു ആണുങ്ങളുടെ കോൺസെപ്റ്റില് സ്ത്രീകൾ എങ്ങനെ ഇരിക്കണം? പോലെ. നമുക്ക് ഇന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇനിയും നമുക്ക് അത് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അതെന്താ ബ്രസ്റ്റ് കുറവ് വരുന്നതെന്ന് അറിയാമോ ഡോക്ടറെ? അവനിലെ ഈ ഹോർമോണിന്റെ ആണ് ആ ബ്രസ്റ്റ് കുറവായതുകൊണ്ട്. അതുകൊണ്ടാണ് ആ ബ്രസ്റ്റ് കുറവ് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് സെപ്പിയ കൊടുക്കാവുന്നതാണ്. പിന്നെ സെപ്പിയയുടെ മെന്റൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ അവേർഷൻ ടു ലവ്ഡ് വൺ, ഈ എന്താ ഇൻഡിഫറൻസ് ഒരു പ്രധാന ക്യാരക്ടറാണ് ഈ സെപ്പിയയ്ക്ക്. സ്വന്തം കുട്ടികളാണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും പിന്നെ മറ്റു വീട്ടുകാരോടൊക്കെ ആണെങ്കിൽ പോലും അവക്കൊരു ഇൻഡിഫറൻസ് ആണ്. ഞാൻ സെപ്പിയെ പറ്റി വേറൊരു കാര്യം വായിച്ചിട്ടുണ്ട്. അതായത് സെപ്പിയ ഇൻഡിഫറൻസ് ടു ഹസ്ബൻഡ്. എന്താ കാര്യം എന്ന് വെച്ചാല്, സെപ്പിയക്ക് സെക്ഷൽ അവേർഷനാണ്, അവേർഷൻ ടു സെക്ഷൽ മാറ്റേഴ്സ്. അപ്പൊ ഭർത്താവിനോടെങ്ങാനും സ്നേഹം കാണിച്ചാൽ അവൻ അപ്രോച്ച് ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ആ ഇൻഡിഫറൻസ് കാണിക്കുകയാണെന്ന് ഏതിലോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. എന്താ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സെപ്പിയയുടെ വജൈന എന്ന് പറയുന്നത്, വജൈനയിൽ മിക്കവാറും ഡ്രൈ ഡ്രൈനസ്. അപ്പൊ ഈ ഡ്രൈ വജൈനയുമാണ് നമ്മുടെ മറ്റു പൾസാറ്റിലയുടെ പോലുള്ള പെൽവിക്
ഇത് സെപ്പിയയ്ക്ക് ഇല്ല. ഇല്ല. അതുകൊണ്ടാണ് സെപ്പിയയ്ക്ക് ആ മെയിൽ ആ ഇന്റർകോഴ്സിനോട് താല്പര്യം ഇല്ല. അവന് അതാണ് അതിന്റെ കാരണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്ത ദിവസം ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞു, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ് ഡോക്ടർ എന്ന് പറഞ്ഞു. ഒരു എഡ്യൂക്കേറ്റഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ഒരു പെൺകുട്ടിയാണ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ്. പിന്നെ താൻ മാരി ചെയ്ത് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. അതിപ്പം ഡോക്ടറെ, ഒരു പെൺകുട്ടി വളർന്നു വരുന്നു, വീട്ടുകാർ മാരേജിന് നിർബന്ധിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. ബട്ട് ഐ ആം ലീസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഭർത്താവുമായിട്ട് പിണക്കമൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി അനുസരിച്ച് അവളൊരു IT ടെക്കാണ്. അപ്പൊ ഞാനിത് മെറ്റീരിയൽ പറയുന്നെങ്കിലും അവളെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഈ പറഞ്ഞ ആ ഏജിന്റെ അനുസരിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും അവളിലുണ്ട്. അതായത് സിലീഷ്യ അങ്ങനല്ല. സിലീഷ്യ ഈസ് ദ വണ്ടർഫുൾ ലേഡി. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മിടിമിടുക്കിയാണ് ഈ സിലീഷ്യ എന്ന് പറയുന്നത്. അവൾ ആർട്ടിസ്റ്റിക് ആണ്. അവള് പാട്ട് പാടും, നൃത്തം ചെയ്യും, എല്ലാവരോടും വളരെ സ്നേഹപരമായിട്ട് പെരുമാറും. കുട്ടിക്കാലത്ത് ഞാനൊരു 10-15 വയസ്സുള്ള കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് പെരുമാറും. വീട്ടിൽ അമ്മയെ സഹായിക്കും, പഠിക്കും, ആരുമായിട്ടും വഴക്കുണ്ടാകത്തില്ല, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു മിടുമിടുക്കിയാണ് ഈ സിലീഷ്യ. ആരെ കല്യാണം കഴിക്കണം? അതാണ് പ്രശ്നം. ഈ സിലീഷ്യ ആരെ കല്യാണം കഴിക്കണം? ആരെയാ കല്യാണം കഴിക്കണ്ടേ? പറ ഡോക്ടറെ, ആരെ കല്യാണം കഴിക്കണം? അല്ല, ഫോസ്ഫറസിനെ കല്യാണം കഴിക്കണം. ഫോസ്ഫറസിനെ കല്യാണം. അവിടാണ് അതിന്റെ വിജയിരിക്കുന്നത്. പരസ്പര പൂരകമായിരിക്കും. നമ്മള് ഒരു ഫോസ്ഫറസ് പുരുഷനും ഒരു സിലീഷ്യ വൈഫും ആണെങ്കിൽ, ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ, ആ പെൺകുട്ടി നമ്മുടെ ക്ലിനിക്ക് വന്നാൽ വളരെ വളരെ സൗകര്യമായിരിക്കും. കാര്യം എന്താ വെച്ചാൽ, കേസിലെത്തി കഴിഞ്ഞാൽ മെഡിസിൻ നോക്കാൻ പറഞ്ഞാൽ മെഡിസിൻ നോക്കി ക്ലിയർ ആയിട്ട് തരും. അപ്പൊ ആ ജീവിതം വിജയിക്കും. നല്ല പോലെ പേഷ്യൻസ് വരുന്ന പേഷ്യൻസിന്റെ ഒക്കെ നല്ല പോലെ പെരുമാറും. ഇടയ്ക്ക് പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഭർത്താവിന് പാട്ട് പാടിക്കും. നമുക്കിനി ഇത് വീണ്ടും തുടരണം സാറേ. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ മൂഡ് വരട്ടെ. സാറിനെ ആദ്യം മാറി വിളിക്കുന്ന സാറിന് മൂഡില്ലായിട്ടാണോ? രമ ഡോക്ടറെ, ഒരു സംശയം.